നമസ്കാരം. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ടർ 2014 പവേർഡ് ബൈ ട്രിപ്പിൾ ഐക്യുവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സിറ്റിസൺ റിപ്പോർട്ടർ 2014ന്റെ രണ്ടാം റൗണ്ട് മത്സരങ്ങളാണ് ഈ വേദിയിൽ പുരോഗമിക്കുന്നത്. 3 മത്സരങ്ങളാണ് വേദിയിൽ അരങ്ങേറുക. മന്ത്രിക്ക് ഒരു കത്തുമായി മത്സരാർത്ഥി എത്തുന്നു. അതുപോലെ കൗതുക വാർത്തയുമായി മറ്റൊരു മത്സരാർത്ഥി, കണ്ടെത്തിയ അഴിമതിയുമായി മറ്റൊരു മത്സരാർത്ഥി. മത്സരാർത്ഥികളെ പരിചയപ്പെടുന്നതിന് മുമ്പ്, മത്സരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട വിധികർത്താക്കളെ ക്ഷണിക്കാം. ഇന്നത്തെ നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജ് ശ്രീ എൻ മാധവൻകുട്ടി, പാനൽ ജഡ്ജ് ഹരീഷ് പി കടയപ്പുറത്ത്, നമ്മുടെ മറ്റൊരു പാനൽ ജഡ്ജ് റാണി നികേഷ്. വിധികർത്താക്കളെ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി വിധി നിർണയം കാത്തിരിക്കുന്ന മത്സരാർത്ഥികളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യം വരുന്നു എസ്.എൻ. പൂപ്പറ്റ. ചേട്ടാ, അതെ, ആവേശത്തിലാണ്. ആദ്യ റൗണ്ട് മത്സരങ്ങൾ കണ്ടിട്ട് നാട്ടുകാർ നൽകിയ പ്രോത്സാഹനം ഈ ആവേശത്തിന് പിന്നിലുണ്ടോ? ഇല്ല. ഇപ്പോൾ യഥാർത്ഥമായി വാർത്ത ചെയ്യുകയാണ്. അതെ, മത്സരത്തിൽ. അതെ. ഈ രണ്ടാം റൗണ്ടിന്റെ പ്രത്യേകതകൾ അറിയാലോ? അറിയാം. 3 വാർത്തകളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിൽ ആദ്യ വാർത്തയുമായാണ് ചേട്ടൻ നിൽക്കുന്നത്. അതെ. മന്ത്രിക്ക് ഒരു കത്തുമായി വാർത്ത. അതെ, ശരി, ഓക്കെ, താങ്ക് യു. നമ്മുടെ രണ്ടാമത്തെ മത്സരാർത്ഥി വേദിയിലേക്ക് എത്തുന്നു. ഇർഫാൻ. എങ്ങനെയുണ്ടായിരുന്നു ആദ്യ റൗണ്ട് മത്സരങ്ങളിൽ വീട്ടുകാരും നാട്ടുകാരും നൽകിയ പ്രോത്സാഹനങ്ങൾ? നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി എനിക്ക്. ഇതുവരെ വന്ന ഒരു ഇതിനകത്തല്ലാതെ പുതിയ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഫ്ലോറിൽ വന്നിട്ട് പഠിക്കാൻ പറ്റി. അത് നല്ലൊരു അനുഭവമായിട്ട് ഞാൻ കാണുന്നു. 3 വാർത്തകളാണ് ഇർഫാൻ ചെയ്യേണ്ടത്. അതെ, ഇന്ന് ഇർഫാൻ കൗതുക വാർത്തയുമായാണ് എത്തിയിട്ടുള്ളത്. മൂന്നാമത് മത്സരാർത്ഥിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മുഹമ്മദ്. വടകര, എന്തുണ്ട് വിശേഷം? സുഖം തന്നെ. ഇടയത്ത് വീട്ടിലെ ആളുകളൊക്കെ സുഖമായിരിക്കുന്നു? എല്ലാവർക്കും സുഖം. സന്തോഷമായോ എല്ലാവർക്കും? എല്ലാവർക്കും നല്ല സന്തോഷം. പുതിയ വർഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതുവർഷത്തിൽ എന്താണ് നാട്ടുകാർക്കും വീട്ടുകാർക്കും നൽകുന്ന സമ്മാനം? ഇത് നാടിനെ കുറിച്ചുള്ള ഒരു 3 സ്റ്റോറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കേരളത്തെ മുഴുവൻ മലയാളികളെ കാണിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നാടിന് നൽകുന്ന ഒരു സമ്മാനമായിട്ടാണ് ഞാൻ കാണുന്നത്. സിറ്റിസൺ റിപ്പോർട്ടറിലൂടെ സ്വന്തം വാർത്തകളുമായി മുഹമ്മദ് എത്തി നാട്ടുകാരെ സന്തോഷിപ്പിക്കുകയാണ് പുതുവർഷത്തിൽ. തീർച്ചയായും ഓൾ ദി ബെസ്റ്റ്. മത്സരാർത്ഥികളെയും പരിചയപ്പെട്ട് കഴിഞ്ഞു. മന്ത്രിക്കൊരു കത്തുമായി എത്തുന്നു എസ്.എൻ. പൂപ്പറ്റ. അവയവദാന സമ്മതപത്രം നൽകിയ ആൾ മരണപ്പെട്ടാൽ പലപ്പോഴും അവയവദാനം നടക്കാറില്ല. മരണപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾ അത്ര താല്പര്യം കാണിക്കാറില്ല എന്നതാണ് സത്യം. അവരെ നിർബന്ധിക്കാൻ നിലവിലെ നിയമം അനുശാസിക്കുന്നുമില്ല. ഇതേക്കുറിച്ച് വണ്ടൂർ CHCയിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ റൌഫ് സംസാരിക്കും. മരിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബാംഗങ്ങൾ ഇതിന് സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ഉപകാരം കിട്ടുന്ന ഈ കാര്യം നടക്കാതെ പോകുന്നു. അതുകൊണ്ട് ഈ കാര്യം നടത്തുന്നതിനായിട്ട് അല്ലെങ്കിൽ ആശുപത്രി അധികൃതരെ പെട്ടെന്ന് തന്നെ അറിയിക്കുകയും ആ ദാനം ചെയ്യപ്പെട്ട അവയവങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉടനെ മാറ്റിയെടുക്കുന്നതിനും ഈ കുടുംബാംഗങ്ങളെ നിർബന്ധിക്കുന്നതിനുള്ള ഒരു നിയമം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും മറ്റ് അംഗങ്ങളുടെയും ശ്രമഫലമായിട്ട് ഉണ്ടാവണമെന്ന് ആണ് ഞങ്ങൾ ഇതിലൂടെ ആഗ്രഹിക്കുന്നത്. അവയവദാനത്തിൻ്റെ ഇത്തരം പരിമിതികൾ മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട അധികാരികളും പരിഹരിക്കേണ്ടതാണ്. മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ നിന്നും സിറ്റിസൺ റിപ്പോർട്ടറിന് വേണ്ടി ക്യാമറാമാൻ രവിയോടൊപ്പം എസ്.എൻ. പൂപ്പറ്റ. ചേട്ടാ, വാർത്ത കണ്ടു. വിധികർത്താക്കളോട് ചോദിക്കാം, വിലയിരുത്തൽ എങ്ങനെയാണെന്ന് അറിയാം. മാധവൻകുട്ടി സാർ. സ്റ്റോറി ഐഡിയ അതാണ് ആദ്യം. അത് നന്നായിരുന്നു, ഒരു സംശയമില്ല. താങ്ക് യു സർ. അതിന് മുൻപുള്ള ഒരു റൗണ്ടിൽ ചർച്ച ചെയ്തതാണ് നമ്മൾ. പക്ഷേ ആ സ്റ്റോറി ഐഡിയ ഡെവലപ്പ് ചെയ്യുക, അത് വികസിപ്പിച്ചെടുക്കുക, അതിൽ വിജയിച്ചില്ല പൂർണ്ണമായിട്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. പിന്നെ ശബ്ദത്തിൽ ഒരു ആത്മവിശ്വാസക്കുറവും ഞാൻ ശ്രദ്ധിച്ചു, ഒരു വിറയൽ. അതൊരു വോയിസ് ട്രെയിനിങ്ങിൻ്റെ പ്രശ്നമാണ്. ഞാൻ ആദ്യം വേറൊരു
നിങ്ങളോടാണെന്ന് തന്നെ തോന്നുന്നു. ഇത് സംഗീതം പോലെയാണ് പത്രപ്രവർത്തനത്തിൽ, ടെലിവിഷൻ പത്രപ്രവർത്തനത്തിൽ ശബ്ദത്തിൻ്റെ പ്രയോഗം. അതിന് സാധകം തന്നെ ചെയ്യണം. പറഞ്ഞു രജിത റാണിയെ പോലെയൊക്കെ പ്രശസ്തരായിട്ടുള്ള ന്യൂസ് റീഡേഴ്സ് ഉള്ളതുകൊണ്ട് അവർക്കിതിനെപ്പറ്റി കൃത്യമായിട്ട് ഉപദേശിച്ച് തരാൻ കഴിയും. ഞാൻ അതിൻ്റെ ഒരാളല്ല, ഞാനൊരു പ്രിൻറ്റ് മീഡിയയിൽ നിന്ന് വന്ന എഡിറ്ററാണ്. എങ്കിൽ പോലും ഇത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പത്രപ്രവർത്തനത്തിൽ ശബ്ദത്തിൻ്റെ സാധകത്തിൽ ശ്രദ്ധിക്കണം. അത് വാർദ്ധക്യം എന്നൊരു തടങ്ങല്ല. ഇപ്പോൾ എനിക്ക് എന്നെക്കാൾ പ്രായമൊന്നുമില്ലല്ലോ, എനിക്ക് 65 വയസ്സായി. അപ്പോൾ ശബ്ദത്തിൻ്റെ ആത്മവിശ്വാസമാണ് അതിൻ്റെ ശബ്ദത്തിന് ഇത് കൊടുക്കുന്നത്. അപ്പോൾ അത് സംഭരിക്കാൻ ശ്രമിക്കണം. എല്ലാ വിജയങ്ങളും അടുത്ത റൗണ്ടുകളിൽ ഉണ്ടാവട്ടെ, അടുത്ത നിങ്ങളുടെ അവതരണങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി സർ. ഹരീഷേട്ടാ. ഉപ്പറ്റച്ചേട്ടാ, എന്തോ നല്ല വിഷയമായിരുന്നു, പക്ഷേ അത് പാളിപ്പോയി. പാളിപ്പോയി സ്വയം തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞിട്ടോ ഇത് സ്വയം തോന്നിയിരുന്നു ഈ സ്റ്റോറി ചെയ്ത് കഴിഞ്ഞപ്പോൾ. പോരാൻ തോന്നിയിരുന്നു. ഇതിൽ പറഞ്ഞത് പലരും ഒപ്പിട്ട് കൊടുത്തിട്ട് പക്ഷെ ബന്ധുക്കൾ സമ്മതിക്കുന്നില്ല, കാര്യക്ഷമമായി നടക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഉദാഹരണം ഇതിൽ കാണിക്കാമായിരുന്നു. ആരെങ്കിലും സമ്മതപത്രം ഉണ്ടായിരിക്കുക, ആ സമ്മതപത്രത്തിൽ പറഞ്ഞ പ്രകാരം കാര്യങ്ങൾ നടക്കാതിരിക്കുക, അല്ലേ? എനിക്കെന്നെ ആശങ്കയുണ്ട്. ഞാൻ എൻ്റെ കണ്ണ് ദാനം ചെയ്തിട്ടുണ്ട്. ആഹാ. പക്ഷേ വീട്ടുകാർ കൊടുക്കുന്നു കരുതുന്നില്ല. സമ്മതപത്രം ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഈ ഐ ബാങ്ക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നടക്കാറുണ്ടോ എന്നുള്ളത് പിന്നീട് ആരും ചിന്തിക്കാറില്ല, അല്ലേ? നമ്മൾ ഒരു ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കടലാസ് അങ്ങ് പോയി. എവിടെ പോകുന്നു, എന്ത് പോകുന്നു എന്ന് പിന്നീട് ഫോളോ അപ്പ് ഉണ്ടാവാറില്ല. പക്ഷെ വിഷയം നന്നായിരുന്നു, പക്ഷെ അത് ട്രീറ്റ് ചെയ്ത രീതിയിൽ കുറച്ച് പ്രശ്നമുണ്ട്. പക്ഷേ ഇത് മുഖ്യമന്ത്രി ഇങ്ങനൊരു വിഷയമുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും. അതിന് വേണ്ട നടപടികൾ എടുക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അഭിനന്ദനം. താങ്ക് യു സർ. റാണി ചേച്ചി. ചേട്ടാ, സിനിമാ മോഹമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളല്ലേ? അതെ. സിനിമ അഭിനയമാണ് ജീവശ്വാസം, അല്ലേ? ഒന്നല്ല, എന്നാലും ഈ പ്രായത്തിലും ചേട്ടൻ സിനിമ അഭിനയം ആഗ്രഹമുണ്ട്. വളരെ സീരിയസ് ആയി കാണും, അല്ലേ? ഒരു ഭ്രാന്തമാരി ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് പൂപ്പറ്റിച്ചേട്ടൻ ഒരു സൂചന മാത്രമേ നൽകിയിട്ടുള്ളൂ. ഇത്തരത്തിലൊരു വിഷയമുണ്ട്, അത് ഇനി യുവമാധ്യമ പ്രവർത്തകർക്ക് ശ്രദ്ധിക്കാൻ വലിയൊരു വിഷയമാണ്, അല്ലേ? ഒത്തിരി ഫോളോ അപ്പ് വരാവുന്ന, ഒത്തിരി കാര്യങ്ങൾ ഉൾപ്പെടുത്താവുന്ന ഒരു വിഷയത്തിന് പെട്ടെന്ന് 2 സെൻറ്റൻസ് കൊണ്ട് പറഞ്ഞു തീർത്തിട്ട് പോയി. സമഗ്രമായില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ രണ്ടാമത് മത്സരാർത്ഥി വേദിയിലേക്ക് എത്തുന്നു, ഇർഫാൻ. ആധുനികതയിലേക്ക് പുതുതലമുറ കൂപ്പുകുത്തി മാനവിക മൂല്യങ്ങൾ മറക്കുന്നുവെന്ന് പറയുമ്പോഴും വേറിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുണ്ട് ആലപ്പുഴയിൽ. ആലപ്പുഴ TD മെഡിക്കൽ കോളേജിലെ ക്യാമ്പസ് സയൻസ് ഫോറം എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഈ വിദ്യാർത്ഥി സംഘടന നവതലമുറ വിദ്യാർത്ഥികൾക്ക് മാതൃകയാവുന്നത് സ്വന്തം അവയവങ്ങൾ മരണശേഷം ദാനം ചെയ്തുകൊണ്ടാണ്. മൃതസഞ്ജീവനി എന്ന സംസ്ഥാന സർക്കാരിൻ്റെ അവയവദാന പദ്ധതിയുടെ ചുവടുപിടിച്ച് ഇവർ നടത്തുന്ന മഹത്തരമായ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒട്ടേറെ പേർക്ക് ജീവിതത്തിൻ്റെ അമൂല്യത ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ക്രിപ്പ് എന്ന പേരിൽ അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ ഗവൺമെൻറ് TD മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഗോമതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 മാസമായി നടത്തി വരുന്നു. ഇതിൻ്റെ ഭാഗമായി അവയവദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുവാനായുള്ള ബോധവൽക്കരണവും മറ്റു പ്രവർത്തനങ്ങളും നടത്തി. ഏകദേശം 450 പേർ അവയവദാനം സമ്മതപത്രം ഒപ്പിടുകയുണ്ടായി. ജില്ലയിലെ റോട്ടറി തുടങ്ങി മറ്റ് സംഘടനകൾ, ഇതുമായി പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകളുമായി ക്രിയാത്മകമായി പ്രവർത്തിക്കുവാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. കണക്കുകൾ പ്രകാരം 2012 ഓഗസ്റ്റ് മുതൽ 2014 ഒക്ടോബർ വരെ 91 പേരാണ് മരണശേഷം തങ്ങളുടെ അവയവങ്ങൾ ദാനം ചെയ്തത്. ഈ 91 പേരിൽ ക്യാമ്പസ് സയൻസ് ഫോറം മുഖേന അവയവങ്ങൾ ദാനം ചെയ്തവരുടെ എണ്ണം ചെറുതല്ല. ഈ സൽക്കർമ്മങ്ങളിൽ ഇവരുടെ പങ്ക് വ്യക്തമാക്കി തരുന്ന പ്രവർത്തനങ്ങൾ ഇനിയുമുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ്. ഇവരെ മാതൃകയാക്കി ഇനിയും കലാലയങ്ങളിൽ നിന്ന് ഇത്തരം ചെറു സംഘങ്ങൾ ഉയർന്നു വരട്ടെ നമുക്ക് പ്രത്യാശിക്കാം. വിദ്യാർത്ഥിത്വം സാമൂഹ്യ വിചാരത്തിന്റെ സാക്ഷ്യം എന്ന മുദ്രാവാക്യമുയർത്തി ഇവർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് നമുക്കും പങ്കുചേരാം. ആലപ്പുഴ TD മെഡിക്കൽ കോളേജിൽ നിന്നും ഇർഫാൻ ഇബ്രാഹിം സർ, സിറ്റിസൺ റിപ്പോർട്ടർ. വിധികർത്താക്കളോട് ചോദിക്കാം. അതുകൊണ്ട് സാർ, കൗതുക വാർത്ത എന്ന് പറയുമ്പോൾ ഇത് മലയാളത്തിലും മറ്റ് പത്രപ്രവർത്തനത്തിലും മുഖ്യധാര പത്രപ്രവർത്തനത്തിലും ഇങ്ങനെ സ്വയം സൃഷ്ടിച്ച ഒരുപാട് ഗണങ്ങളുണ്ട്. കൗതുക വാർത്ത, അതായത് ഒരു 10 പേരെ കൊണ്ട് തല മുട്ടയടിപ്പിച്ചിട്ട് പടം അല്ലെങ്കിൽ ക്യാമറ കാണിച്ച് അത് കൗതുക വാർത്ത. കൊടുങ്ങല്ലൂരിൽ 10 യുവാക്കൾ
മുണ്ടനം ചെയ്തു എന്ന് പറഞ്ഞാൽ കൗതുകമാണെന്ന് വെച്ചാൽ കൗതുകമാണെങ്കിൽ ഇത് കൗതുകമാണ്. അല്ലേ? പക്ഷേ എനിക്കത് വളരെ ബാലിശമായിട്ടുള്ള ചാപല്യമായിട്ടും ഒരു കളിപ്പീരായിട്ട് എനിക്കത് തോന്നുന്നു. അപ്പോൾ നിങ്ങളെപ്പോലെ ചെറുപ്പക്കാരെ അതിനെപ്പടി പറക്കാനുള്ളൊരു അവസരം കൂടിയാണ് സിറ്റിസൺ ജേർണലിസ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നത്. അവരെ നാണിപ്പിക്കുകയാണ്. ജോയ് തമലത്തെയൊക്കെ നാണിപ്പിക്കുകയാണ്. ഇങ്ങനെയായി ഞാൻ എത്ര മോശമെന്ന് പുള്ളി പ്രൊഡ്യൂസ് ചെയ്തിട്ട് തിരിച്ചു പോകുമ്പോൾ നോക്കണം, ആലോചിക്കണം, ആ പയ്യൻ ഇർഫാൻ എന്നെ പഠിപ്പിച്ചല്ലോ എന്ന്. അപ്പോൾ അങ്ങനത്തിലുള്ളൊരു സ്പിരിറ്റോട് കൂടി കാര്യങ്ങൾ കാണണം. ഇനി അടുത്ത നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഹരീഷേട്ടാ. ഇർഫാൻ, ഹരീഷേട്ടാ, എനിക്ക് ആകെ ഇതിൻ്റെ വിഷയം മനസ്സിലായി, മറ്റൊന്നും മനസ്സിലായില്ല. സ്പീഡ് കൊണ്ട് അതിൻ്റെ ആ വോയിസ് ഓവർ എന്താണെന്നുള്ളത് അത് കേൾക്കുന്ന ഒരാളൊരു പ്രേക്ഷകന് അത് മനസ്സിലായാലല്ലേ അതിൻ്റെ ബാക്കിയുള്ള സംഗതി എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഇതിൽ അതിന് വ്യക്തത ഉണ്ടായിരുന്നില്ല. ഒന്ന് സ്പീഡ്, തുരന്തോ എക്സ്പ്രസ്സിൽ ഒരു സ്റ്റേഷനിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ അങ്ങ് പിന്നെ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേഷനിൽ നിർത്തുള്ളൂ, വഴിയിലെവിടെയും സ്റ്റോപ്പില്ല. ഏകദേശം ആ മട്ടിലായിരുന്നു ഇർഫാൻ്റെ പോക്ക്. പിന്നെ ഇതിലായി പറഞ്ഞ പോലെ കൗതുകത്തേക്കാൾ കൂടുതൽ ഇത് ഒരു ഗൗരവമായ വാർത്തയാണ്. ഇത് മറ്റൊരു നിങ്ങൾക്ക് വേണമെങ്കിൽ പെടുത്താമായിരുന്നു. അല്ല, അതല്ല നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ടാസ്ക് ഒരു കൗതുക വാർത്ത. പക്ഷെ കൗതുകം എന്ന് പറഞ്ഞാൽ നേരത്തെ സാറ് പറഞ്ഞ പോലെ അങ്ങനത്തെ കൗതുകങ്ങളല്ലാതെ തന്നെ നിരവധി കൗതുകങ്ങളുണ്ട്. പക്ഷെ ഇത് കൗതുകത്തേക്കാൾ കൂടുതൽ വളരെ ഗൗരവമായിട്ടുള്ള ഒരു ക്യാമ്പസ് ഇവരെ കൂട്ടായ്മ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ഗൗരവമായിട്ടുള്ള സംഗതി. അത് വെറും ഒരു കൗതുകം മാത്രമാക്കി അതിൽ ഒതുക്കേണ്ടതാണോ? ആ തെരഞ്ഞെടുപ്പ് തന്നെ പാളിയില്ലേ? പാളിയോ? അല്ല, വേണമെങ്കിൽ അല്ല ഒന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ. എൻ്റെ ഒരു ആംഗിളിൽ ഞാൻ ചിന്തിച്ചത്, മുദ്രാവാക്യം വിളിച്ചും പഠിപ്പ് മുടക്കും യുവസമൂഹം അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹം ക്യാമ്പസുകളിൽ വിലസുമ്പോൾ അവർക്കൊരു മാതൃകയാണത്. ഒരു ഇങ്ങനെ വിദ്യാർത്ഥികളുണ്ടല്ലോ എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത് ഈ നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ പല ഗണങ്ങൾ പെടുമ്പോൾ ആ ഒരു കൗതുകം എന്ന ഗണത്തിൽ ഇത് വെറും ഒരു നമ്മൾ പറയില്ലേ, ഒരു കൗതുകത്തിന് ഞാൻ നോക്കി, അല്ലെങ്കിൽ കൗതുകത്തിന് ആ കൗതുകം കൗതുകം ഉണർത്തി, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അല്ല, നിങ്ങളിൽ അത് കൗതുകത്തേക്കാൾ കൂടുതൽ അതിനോടുള്ള വേറൊരു ഒരു വികാരമായിരുന്നു അതിന് വേണ്ടത്. വെറും കൗതുകമാകുമ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ലക്ഷ്യം നഷ്ടപ്പെടുകയല്ലേ എന്ന്. അപ്പോൾ ഇനി വരുന്ന റൗണ്ടുകളിൽ ശ്രദ്ധിക്കുക. ഓൾ ദി ബെസ്റ്റ്. വിഷയം നന്നായിരുന്നു, നല്ലൊരു കാര്യമാണ്. കോളേജ് വിദ്യാർത്ഥിനികൾ ഇത്തരത്തിൽ അവയവദാനത്തിന് തയ്യാറായി വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം അല്ലേ? നമുക്ക് പോലും ഇപ്പോഴും ഭയമാണ്. എങ്ങനെയാ അവയവദാനം, വേദനിക്കോ, മരിച്ചാലും പിന്നെയും കണ്ണെടുത്താൽ വേദനിക്കോ എന്ന് ഭയക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ വിഷയം വളരെ ഗൗരവമുള്ളതാണ്. അപ്പം നമുക്ക് ആ ഏകാഗ്രത ഇല്ലാത്തത് കൊണ്ട് ഈ ഗൗരവത്തെ നമ്മൾ കൗതുകമാക്കുകയും കൗതുകത്തെ ഗൗരവമാക്കുകയും ചെയ്യുന്നത്. ഇപ്പം അവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. ഇപ്പം കുറച്ചുകൂടി ഏകാഗ്രത ഉണ്ടെങ്കിൽ മിടുക്കനായ ഒരു പത്രപ്രവർത്തകൻ, ഒരു ജേർണലിസ്റ്റ് ആവാൻ പറ്റുന്ന ഒരു കുട്ടിയാണ്. ഫാൻ കാഴ്ചകൾ കാണുന്നു, എന്തിന് ഓടി വന്ന് പ്രതികരിക്കുന്നു അല്ലേ, ഓടിച്ചാടി നടക്കുന്നു. പക്ഷേ അതിനുള്ളിൽ നമുക്ക് എഴുത്തിനായാലും മാധ്യമപ്രവർത്തനത്തിനായാലും ആലോചിക്കുകയും അതിലൊരു ഏകാഗ്രത ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മിടുക്കനായി വരാം കേട്ടോ. ഇർഫാൻ വാർത്ത കാണിച്ചു, വിധികർത്താക്കൾ വിലയിരുത്തി. അടുത്ത വാർത്തകൾ മനോഹരമായി ഏകാഗ്ര ചിത്തനായി, അച്ചടക്കമുള്ള ഭാഷ, അച്ചടക്കമുള്ള സംഭാഷണ ചാതുരി എല്ലാം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ടർ 2014 പവർഡ് ബൈ IIIQവിൽ ഒരു ചെറിയ ഇടവേള. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ടർ 2014 പവർഡ് ബൈ IIIQവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. 2 മത്സരങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. SN പൂപ്പറ്റയുടെ മന്ത്രിക്കൊരു കത്തും, അതുപോലെ ഇർഫാൻ ഇബ്രാഹിം സേട്ടിന്റെ കൗതുക വാർത്തയും വിധികർത്താക്കളുടെ വിലയിരുത്തലുകളും കേട്ട് കഴിഞ്ഞു. ഇനി 3ാമത് മത്സരാർത്ഥി എത്തുകയാണ് മുഹമ്മദ്. തിരുവള്ളൂർ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന മിൽമ ചില്ലിംഗ് പ്ലാന്റാണിത്. പഞ്ചായത്തിൻ്റെ 30ഓളം സെൻറ്റ് ഭൂമിയാണ് ഇതിനുവേണ്ടി മിൽമയ്ക്ക് നൽകിയത്. എന്നാൽ ഇതിനുവേണ്ടി പഞ്ചായത്ത് ഈടാക്കുന്ന വാടക ഏതു സാധാരണക്കാരനെയും അമ്പരപ്പിക്കുന്നതാണ്. വിവരാവകാശ പ്രകാരം പഞ്ചായത്ത് നൽകിയ മറുപടിയിൽ പറയുന്നത് വെറും 50 രൂപ മാസവാടക എന്നാണ്.
നിരവധി പഞ്ചായത്തുകൾക്ക് ഗുണം ലഭിക്കുന്ന പദ്ധതിക്ക് തിരുവള്ളൂർ പഞ്ചായത്തിൻ്റെ കണ്ണായ സ്ഥലം തുച്ഛമായ വാടകയ്ക്ക് അനുവദിച്ചു കൊടുത്തത് പഞ്ചായത്തിൻ്റെ കൊള്ളരുതായ്മയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്നാൽ പഞ്ചായത്ത് ഭരണസമിതിയിൽ ആരുടെയൊക്കെയോ സമ്മർദ്ദ ഫലമാണിതെന്നും ആക്ഷേപമുണ്ട്. ചില്ലിംഗ് പ്ലാന്റിന് ലൈസൻസ് ഇല്ലെന്നും പ്രതിപക്ഷം ആക്ഷേപിക്കുന്നുണ്ട്. ഇപ്പോൾ അറ്റ് പ്രസന്റ് മിൽമ ചില്ലിംഗ് പ്ലാന്റ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ലൈസൻസ് ഇല്ലാതെയാണ്. ഇത് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ചെയ്തതാണെന്നും ഇനിയൊരു അവസരം നൽകിയാൽ തിരുത്താമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു. ഗവൺമെൻറ് ഇപ്പോൾ അടിക്കടി വെള്ളക്കരം വർദ്ധിപ്പിക്കുന്ന പോലെ തന്നെ പഞ്ചായത്തിന് അങ്ങനെ വർദ്ധിപ്പിക്കാനുള്ള പ്രൊവിഷൻ ഗവൺമെൻറ് തലത്തിൽ തീരുമാനം തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അത്തരത്തിൽ വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രൊവിഷൻ ഞങ്ങളും ചെയ്യും. ഗവൺമെൻറ് തലത്തിൽ ഞങ്ങൾ പെർമിഷൻ തരണം. വെള്ളക്കര മുതൽ സകലതിനും വില വർദ്ധിപ്പിച്ച് സാധാരണക്കാരനെ പൊറുതിമുട്ടിക്കുന്ന ഭരണകൂടം തന്നെ ഇത്തരം ലാഭത്തിലുള്ള സംരംഭങ്ങൾക്ക് എന്തിനാണ് ഇത്ര തുച്ഛമായ വാടകയ്ക്ക് ഭൂമി നൽകുന്നത് എന്നാണ് ഇനി അറിയാനുള്ളത്. മുഹമ്മദ് സിറ്റിസൺ റിപ്പോർട്ടർ, വടകര. വാർത്തയെക്കുറിച്ച് വിധികർത്താക്കളോട് തന്നെ ചോദിക്കാം. അതുകൂടി സാർ. മുഹമ്മദ് അഭിനന്ദനങ്ങൾ. താങ്ക് യു സാർ. എന്തുകൊണ്ടൊരു ചെറിയ ചില്ലിംഗ് പ്ലാന്റിന് 50 രൂപയ്ക്കൊരു വാടക കെട്ടിടം എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന വാടക നിലവാരമാണ് അല്ലേ? അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ തലക്കടിച്ച വാർത്തകൾ തലക്കടിക്കണം. അതാണ് പറഞ്ഞത്, വാർത്തകൾ തലക്കടിക്കണം. അല്ലാതെ ടൂത്ത് പേസ്റ്റ് വരുന്ന പോലെ ഇങ്ങനെ വരികയല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. ഹരീഷേട്ടാ. വടകരത്ത് നിന്ന് മുഹമ്മദ് നന്നായിരുന്നു. നല്ല ഗൗരവമുള്ള ഒരു കണ്ണു തുറപ്പിക്കുന്ന ഒരു സ്റ്റോറിയായിരുന്നു. അതിലെനിക്ക് ചില സംശയങ്ങളുണ്ട്, ഞാൻ ചോദിക്കാം. ഒന്ന്, തിരുവള്ളൂർ ഈ സ്ഥലത്തിനാണ് ഇത് വാടകയാണോ നികുതിയാണോ? ഇത് വാടക കൊടുത്തതാണ്. വാടക കൊടുത്തു. ആ ബിൽഡിംഗ് ആരുണ്ടാക്കി? ബിൽഡിങ് മിൽമ ഉണ്ടാക്കിയതാണ്. പക്ഷെ അത് ലൈസൻസ് ഇല്ലാത്ത പ്രശ്നങ്ങൾ കുറേ ഉണ്ട്. പക്ഷെ അതിലെ ഈ കാര്യം പഞ്ചായത്തിന് വാടക ഇനത്ത് കിട്ടുന്ന അതാണ് ഈ കെട്ടിടം പഞ്ചായത്തിൻ്റെ ആണോ? കെട്ടിടം പഞ്ചായത്തിൻ്റെ അതല്ല, കെട്ടിടം മിൽമ എടുത്തതാണ്. 30 സെന്റ് സ്ഥലം കൊടുത്തു. ഇത് എത്ര കാലമായി അവിടെ പ്രവർത്തിക്കുന്നു? 2 വർഷമായിട്ടുള്ളൂ. അതായത് മുമ്പ് കൊടുത്തതൊന്നല്ല, ഇപ്പം കൊടുത്തതാണ്. 2 വർഷം മുമ്പ് കൊടുത്തതാണ് ഈ 50 രൂപക്ക്. പ്രാദേശിക രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ടോ? രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അല്ല, മിൽമ എന്ന് പറയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. വേറൊരു സ്വകാര്യ സ്ഥാപനമല്ല. സ്വകാര്യ സ്ഥാപനമല്ല. പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്ഥലമാണെങ്കിൽ ഇത് കൊടുക്കില്ലല്ലോ. അവിടെയാണ് വിഷയം. ഞാൻ ചോദിക്കുന്നത്, ഇതിൽ അഴിമതിയോ അല്ലെങ്കിൽ ഇത് എങ്ങോട്ടേക്കായിരിക്കും? രണ്ടും സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾ. അപ്പോൾ എവിടെയായിരിക്കും ഇതിലൊരു അഴിമതി നടന്നിട്ടുണ്ടാവുക എന്ന് മുഹമ്മദ് കരുതുന്നത്? അഴിമതി നടന്നിട്ടുണ്ടാവാൻ സാധ്യത, അതായത് പ്രാദേശിക പാർട്ടി നേതാക്കന്മാർ എല്ലാവരെയും പൈസ കൊടുത്ത് ഒന്ന് ഒതുക്കിയിട്ട് ആരും അറിയാതെ വാടക കൊടുത്തു. ഇതാരും അന്വേഷിക്കാൻ പോകുന്നില്ല ഇന്നത്ര വാടക വാങ്ങുന്നുണ്ട് പഞ്ചായത്തിൽ നിന്ന്. വിവരാവകാശ പ്രകാരം വാങ്ങിയെടുത്തതാണ്. അപ്പോഴാണ് അറിയുന്നത് 50 രൂപക്കാണ്. ഇങ്ങനെ കാശ്, ഈ ഒരു സംശയം എന്തുകൊണ്ട് ആ വാർത്തയിൽ പറഞ്ഞില്ല? അത് പറയണ്ടേ? അത് നല്ല ആർജവത്തോടു കൂടെ ഇതിൽ ആരായിരിക്കാം കമ്മീഷനോ കാശോ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പറയണ്ട. അല്ല, അപ്പോൾ ഇത് ഭരണസമിതി കൂട്ടായി എടുത്ത തീരുമാനമാണിത്. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വാങ്ങിയിട്ടുണ്ടാവും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പോക്കറ്റിലേക്കും കാശ് പോയിട്ടുണ്ടാവും. അല്ലാതെ ഇത് കൊടുക്കാൻ പാടില്ല. എന്തായാലും നന്നായിട്ടുണ്ട്. മുഹമ്മദ്, നല്ല വിഷയമായിരുന്നു കേട്ടോ. ഇതിൽ എല്ലാവരും ജഡ്ജസ് 2 പേരും പറഞ്ഞു, മാധവൻകുട്ടി സാറും പറഞ്ഞു, ഹരീഷും പറഞ്ഞു, കാര്യങ്ങളൊക്കെ വിശദമാക്കി തന്നു അല്ലേ, എങ്ങനെയാണ് ഒരു ഇത് നന്നാക്കാം എന്നുള്ളത്. മുഹമ്മദ് ചെയ്യേണ്ട കാര്യം എന്താ? നന്നായി പത്രം നന്നായി വായിക്കുക. എങ്ങനെയാണ് ഇതുപോലെ ഒരു ഉപയോഗിക്കേണ്ടത്, ഭാഷ എങ്ങനെ ഉപയോഗിക്കണം, അത് ദൃശ്യമാധ്യമത്തിലായാലും മറ്റെവിടെയാണെങ്കിലും നമ്മൾ ഒരു എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ഭാഷ ഉപയോഗിക്കണം അല്ലേ? അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിനായിട്ട് മുഹമ്മദ് അത്തരത്തിലൊരു ശ്രമം കൂടി നടത്തേണ്ടിയിരിക്കുന്നു. അതുകൂടെ ശ്രദ്ധിക്കുക. മുഹമ്മദ്, കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ ഒരു കവിതയുണ്ട്, നല്ല വാക്ക് ഒതുവാൻ ത്രാണി ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് പോകുന്ന കവിത. അതുപോലെ നല്ല വാക്കുകൾ അഴിമതിക്കെതിരെ വീണ്ടും പറയാൻ മുഹമ്മദിന് കഴിയട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ടർ 2014 പവർഡ് ബൈ IIIQവിൽ ഒരു ചെറിയ ഇടവേള കൂടി. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ടർ 2014 പവർഡ് ബൈ IIIQവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം.
മാർക്ക് അറിയുവാനുള്ള നേരമാണ് ഇനി. നമ്മുടെ മത്സരാർത്ഥികളെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. വിധികർത്താക്കൾ നിങ്ങളുടെ വാർത്തകൾ വിലയിരുത്തി കഴിഞ്ഞു. ഇനി നമുക്കറിയേണ്ടത് മാർക്കുകൾ മാത്രമാണ്. വാർത്തകൾ ഈ മത്സരത്തിലേക്ക് പരിഗണിക്കുന്നുണ്ടോ എന്നുമാണ്. ചോദിക്കാം. മധുക്കുട്ടി സാർ, 3 പേരുടെയും വളരെ ഈ മത്സരാർത്ഥികൾക്ക് മാത്രമല്ല ജഡ്ജസിനും വളരെ വിഷമകരമായിട്ടുള്ള സന്ദർഭമാണ്. കുറച്ച് ആളുകളെ ഒഴിവാക്കുക അല്ലെങ്കിൽ അവരുടെ പരിഗണന മാറ്റിവെക്കുക, മറ്റൊരവസരത്തിലേക്ക് കുറച്ച് ആളുകളെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതൊരു നമ്മുടെ ഒരു എന്താ പറയുക സന്നിഗ്ധ എന്നൊരു വിഷമമാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു സാഹചര്യത്തിലാണ് എനിക്ക് ശ്രീ ഉപ്പറ്റയുടെ ഈ വിഭാഗത്തിലെ എൻട്രി പരിഗണനാർഹമല്ല എന്ന് വേദനയോടുകൂടി പറയേണ്ടി വരുന്നത്. അതേ ഇത് തന്നെ വളരെ എനിക്ക് ഇത്രയും നല്ലൊരു പാഠം നൽകിയിട്ട് ഈ എൻട്രി പരിഗണിക്കാൻ കഴിയുകയില്ല എന്ന് വിധി പ്രസ്താവിക്കേണ്ടി വന്നതിലുള്ള വിഷമത്തോടു കൂടി ഞാൻ പറയുന്നു, ഈ തൽക്കാലം ഈ സെഗ്മെൻറ്റിൽ ഈ എൻട്രി പരിഗണിക്കുന്നില്ല എന്ന്. മുഹമ്മദിൻ്റെ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ 10ൽ 8 മാർക്ക്. പൂപ്പറ്റ ചേട്ടാ, ലെറ്റർ ടു CM അത് വേണ്ട വിധം നമുക്ക് പരിഗണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ നിയമം അനുസരിച്ച് റിജക്റ്റഡ്. ഇർഫാൻ്റെ സ്റ്റോറിക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് അറിയാലോ, റിജക്റ്റഡ്. മുഹമ്മദിന് നല്ലൊരു വാർത്തയായിരുന്നു. അതിൽ 10ൽ 8 മാർക്ക്. ചേച്ചി, വിഷയം നല്ലതായിരുന്നതുകൊണ്ട് പൂപ്പറ്റ ചേട്ടന് ഞാനൊരു 5 മാർക്ക് തരുന്നുണ്ട്. നല്ല വിഷയമായിരുന്നു, കുട്ടികൾ ചെയ്തത് നല്ലതായിരുന്നു. പക്ഷേ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഞാനത് റിജക്റ്റ് ചെയ്തിരിക്കുന്നു. മുഹമ്മദിന് ഞാൻ 8.5. ശോഭിത സോളാർ സിറ്റിസൺ റിപ്പോർട്ടർ 2014 പവേർഡ് ബൈ ട്രിപ്പിൾ ഐക്യു ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി നിങ്ങളുടെ ഊഴം.